അതായത് ഏറെ ഡിമാൻഡിംഗ് ആയ കമ്പ്യൂട്ടർ സയൻസ് പോലും 51,764 ജനറൽ കാറ്റഗറിയിൽ കിട്ടി എന്ന്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, പോളിമർ എഞ്ചിനീയറിംഗ്, പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് AI, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് 50,000 റാങ്കിന് ജനറൽ കാറ്റഗറിയിൽ തന്നെ ഈ ഒരു സ്ട്രീം കിട്ടി. അതായത് 50,000 റാങ്ക് എന്ന് പറയുന്നത് പോലും വളരെ സേഫ് ആണ്. ഈസി ആയിട്ട് ഈ ഒരു സ്ട്രീമിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ. സോ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് അങ്ങനെ പബ്ലിഷ് ചെയ്തു. ഇനി എത്രയും പെട്ടെന്ന് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്, ആദ്യ അലോട്ട്മെന്റ്, ട്രയൽ അലോട്ട്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സിന് മുൻപ് നിരവധി വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംശയമുണ്ട്. റാങ്ക് വളരെ പിന്നിലായിപ്പോയി, റാങ്ക് ലിസ്റ്റിൽ ഞാൻ പിന്തള്ളപ്പെട്ടു, എനിക്ക് കേരളത്തിൽ ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടോ, തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ ഞാൻ ട്രൈ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട. ഒരു 50,000 റാങ്ക് ആണെങ്കിൽ കൂടി നിങ്ങൾ വളരെ സേഫ് ആണ്. കേരളത്തിൽ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ട്രീമിന് ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. സോ നമ്മൾ യൂഷ്വലായിട്ട് കേൾക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ മാത്രമല്ല, നിരവധി സ്ട്രീമുകൾ അവൈലബിൾ ആണ്. അതിൽ കുറച്ചെണ്ണം നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. സോ ആദ്യം നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഗവൺമെന്റ് സീറ്റുകൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ. ഒരു 13,000 റാങ്കുകാർക്കാണ് ഓപ്പൺ കാറ്റഗറിയിൽ അവസാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ബാക്കി കാറ്റഗറിയിൽ 50,000 റാങ്കുകാർക്ക് വരെ കിട്ടിയ കാറ്റഗറി ഉണ്ട്. അതായത് ST കാറ്റഗറി 50,000 റാങ്കിന് ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ KU കാറ്റഗറി നോക്കുകയാണെങ്കിൽ 45,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയാണ്. ആ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിലും 40,000 റാങ്കിന് ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. VK കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒരു 15,000 റാങ്കിന് വരെ വിശ്വകർമ്മ കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ധീവര കാറ്റഗറി അഗെയിൻ സേഫ് ആണ്, ഒരു 46,000 വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടി. BH അതർ ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. ആ ഒരു ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 20,000 റാങ്കുകാർ വരെ സേഫ് ആണ്. ആ ഒരു റാങ്ക് വരെയാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 35,000, 45,000 വരെ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ ഏകദേശം ഓപ്പൺ കാറ്റഗറിയോട് അടുത്ത് വരും, എന്നാൽ പോലും ഒരു 15,000, 16,000, 17,000 ലഭിച്ചു. ഈഴവ EZ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 16,000 റാങ്ക്. എനിക്ക് തോന്നുന്നു EZഉം MUവും ഏകദേശം ഒരേപോലെയാണ് സാധ്യതകൾ വരുന്നത്. സോ ഇതാണ് ഗവൺമെന്റ് സെക്ടറിന്റെ കാര്യം. എന്നാൽ നിരവധി സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ളത്, എഞ്ചിനീയറിംഗ് കോളേജുകളായിട്ടുള്ളത്. ആ കോളേജുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിൽ ഈസി ആയിട്ട് ഒരു 50,000 റാങ്കുകാർക്ക് വളരെ ഈസി ആയിട്ട് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 52,000 അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, വളരെ നല്ല കോളേജ് തന്നെയാണ്. അമൽ ജ്യോതി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ്. യെസ്, ദെൻ 51,000 കിട്ടി, 52,000 കിട്ടി, 50,000 കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കും ജനറൽ കാറ്റഗറി, ബാക്കി കാറ്റഗറി ഇല്ലേന്ന്. ആദ്യം എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെയും ജനറൽ കാറ്റഗറിയിലാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറിയിൽ തന്നെ എല്ലാവർക്കും കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടാതെ വന്നാൽ മാത്രമാണ് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഈസി ആയിട്ട് 50,000 റാങ്കിന് വരെ എന്ത് കിട്ടി? സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രീം ഈസി ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സിവിലാണ്. നിരവധി സീറ്റുകൾ, നിരവധി കോളേജുകൾ അവൈലബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, നെക്സ്റ്റ് വൺ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് കുറച്ച് റെയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോളേജുകൾ സിവിൽ പോലെയോ മെക്കാനിക്കൽ പോലെയോ കമ്പ്യൂട്ടർ സയൻസ് പോലെയോ നിരവധി കോളേജുകളൊന്നും അവൈലബിൾ അല്ല. എന്നാൽ ഗവൺമെന്റ് സെക്ടറിലെ 3 കോളേജുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു കോളേജുകളിൽ 7,000, 8,000 റാങ്കുകാർക്കാണ് കിട്ടിയത്. എന്നാൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ 50,000 റാങ്കുകാർക്ക് വരെ ഈസി ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? കെമിക്കൽ എഞ്ചിനീയറിംഗിന് ആണ്, ഞാൻ സിവിൽ എന്നാണ് പറയുന്നത്, കെമിക്കൽ എഞ്ചിനീയറിംഗിന് ഈസി ആയിട്ട് 52,000 വരെ സെൽഫ് ഫിനാൻസിംഗിൽ അഡ്മിഷൻ ലഭിച്ചു. എന്നാൽ ഗവൺമെന്റ് സെക്ടറിൽ ഒരു 7,000, 8,000 ആണ് ഓപ്പൺ കാറ്റഗറിയുടെ റാങ്ക്. എന്നാൽ മറ്റ് കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ 50,000 വരെ കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ട്. ST കാറ്റഗറി 50,000 ലഭിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് സീറ്റ് തന്നെ ലഭിച്ചിട്ടുണ്ട്. SC ആണെങ്കിൽ 40,000, BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 40,000 ലഭിച്ചിട്ടുണ്ട്. ദെൻ ബാക്കി കാറ്റഗറി നോക്കുകയാണെങ്കിൽ EZ ഈഴവ മുസ്ലിം കാറ്റഗറി ഒരു 8,000, 9,000 മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു 13,000 ലഭിച്ചിട്ടുണ്ട്. ധീവര കാറ്റഗറി 18,000 ലഭിച്ചിട്ടുണ്ട്. യെസ്, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈസി, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈസിയുടെ പ്രത്യേകത. ഈസി എന്ന് പറയുന്ന ബ്രാഞ്ച് നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. യെസ്, ഗവൺമെന്റ് സെക്ടറിലും സാധ്യതകളുള്ള ഒരു ബ്രാഞ്ചാണ്. ഓക്കെ, ആദ്യത്തേത് ഗവൺമെന്റ് കോളേജുകൾ നോക്കുകയാണെങ്കിൽ 1,000, 700 വരെ സീറ്റിൽ 700 റാങ്കിനാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ 3,000, 2,000, 4,000 മുതൽ 5,000 വരെ
മാക്സിമം ഗവൺമെന്റ് സീറ്റുകളിലേക്ക് നിങ്ങൾക്കൊരു കേരള റാങ്ക് നിങ്ങളുടെ 5000 വരെ ഓക്കെയാണ്. ജനറൽ കാറ്റഗറിയുടെ കേസാണ്, 5000 വരെ ഓക്കെയാണ്. ഇസഡിന് 16,000 വരെ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഈഴവ കാറ്റഗറിയാണത്. മുസ്ലിം കാറ്റഗറി ഇടുക്കിയിൽ തന്നെ 11,000 റാങ്കിന് ലഭിച്ചിട്ടുണ്ട്. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 37,000 റാങ്കിന് വരെ കഴിഞ്ഞ തവണ ഗവൺമെന്റ് സെക്ടറിൽ കിട്ടിയിരുന്നു. ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ 20,000, ധീവര ഒരു 30,000 റേഞ്ച് വരെ കിട്ടി. VK കാറ്റഗറി 20,000 റേഞ്ച് വരെ കിട്ടി. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 15,000, ഇടുക്കിയിൽ 38,000 വരെ കിട്ടി. KN കാറ്റഗറി ഇടുക്കിയിൽ ഗവൺമെന്റ് കോളേജാണ് ഇടുക്കി, യെസ്, അവിടെ 49,000 റാങ്കിന് കിട്ടി. KU കാറ്റഗറി കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്, 47,000 ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 38,000, 49,000, അതായത് ഏകദേശം 50,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു എന്നുള്ളതാണ്. ST കാറ്റഗറി 52,000 വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 29,000 വരെ കിട്ടി. യെസ്, ഇനി സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ തന്നെ 50,000 റാങ്ക് വളരെ സേഫ് ആയിട്ടുണ്ട്. 50,000 റാങ്കിന് വരെ ജനറൽ കാറ്റഗറിയിൽ ഈസി ആയിട്ട് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാറ്റഗറി എല്ലാം ഏകദേശം അതേ റാങ്ക് തന്നെ. സോ 50,000 ആണെങ്കിൽ പോലും സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു സീറ്റ് ഉറപ്പാണ്. യെസ്, അൽ അമീൻ എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടാണ് ഈ ഒരു റാങ്കിന് അഡ്മിഷൻ ലഭിച്ചത്. അതേപോലെ 49,000, 48,000 റേഞ്ചുകാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. യെസ്, ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രോണിക്സ്. ഇതെല്ലാം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസിയുടെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇത്രയും എടുത്തത്, ഇത്രയും കോളേജുകളും ഇത്രയും സീറ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി വളരെ കുറച്ചേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതിലധികം കോളേജുകൾ ആക്ച്വലി ഉണ്ട്. യെസ്, നെക്സ്റ്റ് ഇസ് ട്രിപ്പിൾ ഇ. ഓക്കെ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്ക് KSEBിലൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടും ഒക്കെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. PSC എഴുതി നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടറിൽ കയറാം. പക്ഷേ 7 വർഷം കൂടുമ്പോഴൊക്കെയാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രീം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 7,000, 6,000, 7,000 മാക്സിമം ആ ഒരു റേഞ്ചുകാർക്ക് വരെ ഗവൺമെന്റ് സെക്ടറിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 6,000, 7,000 തന്നെയാണ്. കുറച്ച് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. SEZ കാറ്റഗറി, ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 20,000 റേഞ്ചുകാർക്ക് വരെ ഗവൺമെന്റ് സെക്ടറിൽ കിട്ടി. മുസ്ലിം കാറ്റഗറിയിൽ 13,000 റേഞ്ചിനാണ് കിട്ടിയത്. LA കാറ്റഗറിയിൽ 44,000 വരെ കിട്ടി. ഇടുക്കിയിലാണ് 44,000 കിട്ടിയത്. BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 20,000 വരെ കിട്ടി, ഇടുക്കിയിലാണ് കിട്ടിയത്. DV 33,000 വരെ കിട്ടി. 29,000, 20,000, 17,000, 31,000 ഇതൊക്കെയാണ് ധീവരയുടെ ആ ഒരു ഓരോ കോളേജിലും കിട്ടിയ കുട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഓക്കെ, വിശ്വകർമ്മ അങ്ങനെ തന്നെ 29,000 വരെ ഇടുക്കിയിൽ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഇനി സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ഗവൺമെന്റ് അണ്ടറിലുള്ള പ്രൈവറ്റ് കോളേജുകളുണ്ട്. 50,000 റാങ്കിനൊക്കെ അങ്ങനത്തെ കോളേജുകളിൽ കിട്ടിയിട്ടുണ്ട്. 50,000 സെൽഫ് ഫിനാൻസിങ്ങിൽ ഈസി ആയിട്ട് ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട്. 50,000, 51,000, 52,000 റേഞ്ചുകാർക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ലഭിച്ചു. അപ്പൊ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റൂ. എല്ലാ കുട്ടികളെയും ആദ്യം ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികളും സേഫ് ആണ്. നിങ്ങളുടെ റാങ്ക് ഒരു 51,000, 52,000 ആണെങ്കിൽ പോലും പല കോളേജുകളിലും കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്, ആൻഡ് നെക്സ്റ്റ് വൺ ഇലക്ട്രിക്കൽ. ഇതൊക്കെ ഇലക്ട്രിക്കലിന്റെ കോളേജുകളാണ്. ഒരുപാട് സീറ്റുകൾ അവൈലബിൾ ആണ്. ഇൻഫോർമേഷൻ ടെക്നോളജി IT നോക്കുകയാണ് നമ്മൾ. ഗവൺമെന്റ് സെക്ടറിൽ 9,000 വരെ, 9,400 വരെയാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. ആൻഡ് ബാക്കി കോളേജുകൾ നോക്കുകയാണെങ്കിൽ 27,000 കിട്ടിയിട്ടുണ്ട്, 35,000 കിട്ടിയിട്ടുണ്ട്, 47,000 കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഒരു 40,000, 35,000 റേഞ്ചിലാണെങ്കിൽ IT കിട്ടാനുള്ള പോസിബിലിറ്റീസ്. എനിക്കൊന്ന് IT, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കുറച്ചുകൂടി ഡിമാൻഡിങ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഡിമാൻഡിങ് ആയിട്ട് വരുന്നു. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ശ്രദ്ധിക്കുക മക്കളെ, 11,000, 12,000 റാങ്കുകാർക്ക് വരെ ഗവൺമെന്റ് സെക്ടറിൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ് മെക്കാനിക്കലിന്. ബാക്കി സ്ട്രീമുകൾ നോക്കുകയാണെങ്കിൽ 20,000, 50,000 വരെ LA കാറ്റഗറി
കാറ്റഗറിയിൽ ലഭിച്ചു. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 20,000 വരെ അഡ്മിഷൻ ലഭിച്ചു. ധീവര കാറ്റഗറി നോക്കുകയാണെങ്കിൽ 47,000 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു. VK കാറ്റഗറി 33,000 വരെ ലഭിച്ചു. BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ നോക്കുകയാണെങ്കിൽ 36,000 റേഞ്ചുകാർക്ക് കിട്ടി. KN കാറ്റഗറി നോക്കുകയാണെങ്കിൽ 29,000 റേഞ്ചുകാർക്ക് കിട്ടി. KU കുടുംബി ആൻഡ് റേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 45,000 റാങ്കുകാർക്ക് വരെ ഒരു ഗവൺമെന്റ് സീറ്റ് കഴിഞ്ഞ വർഷം കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഭയപ്പെടുന്ന പോലെ നിങ്ങളുടെ റാങ്ക് പിന്നിലാണ്, നിങ്ങൾക്ക് സാധ്യതയില്ല എന്നൊരിക്കലും കരുതരുത്. നിങ്ങൾ മാക്സിമം ചോയ്സ് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അലോട്ട്മെന്റ് പ്രോസസ് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. സോ മാക്സിമം ചോയ്സ് കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ട്രീമും കോഴ്സും പ്രയോറിറ്റി ഓർഡറിലൊക്കെ കൊടുക്കുക. യെസ്, ഓക്കെ. ആൻഡ് ഇനി നമ്മൾ നോക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കോളേജുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിരവധി സീറ്റുകൾ അവൈലബിൾ ആണ്. ഇതാ 52,000, 52,191, 44,162, 50 ആ ഒരു റേഞ്ചുകാർക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിൽ, ജനറൽ കാറ്റഗറിയിൽ തന്നെ. നെക്സ്റ്റ് വൺ ഇസ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമാണ്. ഓപ്പൺ കാറ്റഗറി 7,135 കിട്ടിയത്. EZ ഇഴവ കാറ്റഗറി 9,000, മുസ്ലിം കാറ്റഗറി 9,000. ഈ രണ്ട് കാറ്റഗറി ഏകദേശം ഒരേപോലെയാണ് റാങ്ക് വരിക. LA കാറ്റഗറി 16,000 റേഞ്ചിലും, ബാക്ക്വേർഡ് ഹിന്ദു 7,000 റേഞ്ചിലും, ധീവര 19,000 റേഞ്ചിലും, VK 8,000 റേഞ്ചിലും, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 13,000 റേഞ്ചിലും, KN കുഷവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് 40,000 റേഞ്ചിലും, കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 43,000 റേഞ്ചിലും, SC 44,000 റേഞ്ചിലും കഴിഞ്ഞ തവണ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതും ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ സയൻസ് ഞാൻ പറഞ്ഞു ഏറെ ഡിമാൻഡിംഗ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ടോപ്പ് റാങ്കുകാർ ഒപ്റ്റ് ചെയ്ത കോഴ്സുകളിലൊന്നാണ്. ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ട് വന്നൊരു കോഴ്സ് തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്. അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന റാങ്കുകാർക്ക് തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് ലഭിച്ചത്. കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. ആൻഡ് ഇനി കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, ഇതൊക്കെ നിങ്ങൾ യൂഷ്വലി കേട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ബ്രാഞ്ചുകളാണ്. ഇത് കൂടാതെ നിരവധി ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. അതിൽ 1-2 നമ്മൾ ഇന്ന് പരിചയപ്പെടാം. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലമാണിതല്ലേ. യെസ്, അപ്പോൾ ഒന്ന് RIT പാമ്പാടി കോട്ടയമാണ് കോളേജ്. ഓപ്പൺ കാറ്റഗറി 7,312 റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഴിഞ്ഞ വർഷം കിട്ടുന്നത്. പിന്നെ ഒന്ന് IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ ആണ്. ഈ ഒരു കോളേജിന്റെ, ഈ ഒരു ക്യാമ്പസിന്റെ പ്രത്യേകത സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിലുള്ള ഒരു ക്യാമ്പസ് ആണ്, ഒരു കോളേജാണ്. യെസ്, 50,000 റാങ്കിന് 52,272 റാങ്കിന് തന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്? റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കിട്ടി. ആൻഡ് ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, പോളിമർ എഞ്ചിനീയറിംഗ്, പ്രിന്റിംഗ് ടെക്നോളജി. ഓക്കെ, ഇതിൻ്റെയൊക്കെ നമുക്കൊന്ന് നോക്കാം. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. ഓക്കെ, ഓപ്പൺ കാറ്റഗറി 14,869 ഗവൺമെന്റ് സീറ്റ് കിട്ടിയത്. ഈഴവ കാറ്റഗറി 16,517, മുസ്ലിം അതേ റേഞ്ച് തന്നെ. LA കാറ്റഗറി 33,000 റേഞ്ചിലാണ്. ബാക്കി കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ 43,000 റേഞ്ചിൽ ബാക്ക്വേർഡ് ക്രിസ്ത്യന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് കുടുംബിക്കും 35 റേഞ്ചിൽ കിട്ടി. SCക്ക് 45,000 ലഭിച്ചിട്ടുണ്ട്. ആൻഡ് പോളിമർ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴയാണ്. 52,314 അവിടെ അഡ്മിഷൻ ലഭിച്ചു. പ്രിന്റിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മലപ്പുറമാണ്. ഓപ്പൺ കാറ്റഗറി 50,791 പ്രിന്റിംഗ് ടെക്നോളജിക്ക് അഡ്മിഷൻ ലഭിച്ചു. യെസ്, ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് അഗെയിൻ ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് 50,000 റാങ്കിന് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കോളേജുകളാണ്. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കണ്ണൂർ 52,245 വരെ ഓപ്പൺ കാറ്റഗറിയിൽ അവിടെ അഡ്മിഷൻ ലഭിച്ചു. ആൻഡ് ഇതൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി കോഴ്സുകളാണ്. ഓപ്പൺ കാറ്റഗറിയിൽ 40,000, 47,000 റേഞ്ചുകാർക്ക്
സെൽഫ് ഫിനാൻസിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 47,000 ഓപ്പൺ കാറ്റഗറിക്ക്. ബാക്കി കാറ്റഗറിയൊക്കെ അതിലും കൂടുതൽ സാധ്യതകളാണുള്ളത്. ഇപ്പോൾ ഓപ്പൺ കാറ്റഗറി 47,000 എന്ന് പറയുമ്പോൾ ബാക്കി കാറ്റഗറിക്ക് അതിലും കൂടുതലാണ് സാധ്യതകൾ. യെസ്, ഓക്കെ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡേറ്റ സയൻസ് ആണ്. 40,000 റേഞ്ചുകാർക്കാണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ കിട്ടിയിരിക്കുന്നത്. 51,000 കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു റേഞ്ചിൽ തന്നെ ഈസി ആയിട്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കോളേജുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡേറ്റ സയൻസ് കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കീം റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ പിന്നിലാണ് എന്ന് കരുതി നിങ്ങൾ വിഷമിക്കരുത്. കേരളത്തിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് സീറ്റിനുള്ള സാധ്യത നിരവധിയാണ്. അത് കാറ്റഗറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 40,000 50,000 ഒരു ഗവൺമെൻറ് സീറ്റിനുള്ള സാധ്യത വരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സും കാര്യങ്ങളുമാണ് ഇനി നടക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കിനിയും മീറ്റ് ചെയ്യാം. ബൈ.